അനുമതി ഫലത്തിൽ നിഷേധിക്കുന്ന നടപടിയെടുത്തത്. എന്താണ് നേരിട്ട് തിരുവനന്തപുരത്ത് KRISന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ CAAക്കെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം നടക്കുകയാണ്. സമരത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നു. തത്സമയം പ്രവർത്തികളാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. അവിടെ 2019 CAA നിയമം, പൗരത്വ നിയമം പാസാക്കിയെങ്കിലും നമ്മുടെ രാജ്യത്തുടനീളം നടന്ന പ്രക്ഷോഭങ്ങൾ കൊണ്ട്, അതിനെതിരായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് അവർക്ക് അത് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടി വരും. ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നൂറുകണക്കിന് ഹർജികളാണ് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ആ ഹർജികൾ പെൻഡിങ്ങിലാണിപ്പോൾ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത് ഇതുടനെ ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നില്ല എന്നതാണ്. പക്ഷെ നമുക്കറിയാം, ഏത് സമയവും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ അവസരത്തിൽ, ഒരു തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പടിവാതിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പൗരത്വ നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം, ഈ രാജ്യത്ത് ഒരു പൗരനാകാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനയുടെ 5ാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ആ ഭരണഘടനയിലെ പൗരത്വ നിയമം സംബന്ധിക്കുന്ന വാദഗതികളെ ഇല്ലാതാക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കാനുള്ള തീരുമാനമാണ് ഇവിടെ നടപ്പാകുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ വന്നിരിക്കുന്ന ഹിന്ദുവിനെയും പാഴ്സിയെയും ക്രിസ്ത്യനെയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരത്വം നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ്. മതപരമായ ആളുകൾ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രം പൗരത്വം കൊടുത്താൽ ഇന്ത്യൻ പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ജാതിയും മതവും നോക്കിയിട്ടാണോ ഇന്ത്യയിലെ പൗരത്വം കൊടുക്കുന്നത്? ഈ രാജ്യത്ത് ജനിച്ചവർ, ഈ രാജ്യത്ത് ഉണ്ടായ മാതാപിതാക്കൾക്ക് ജനിച്ചവർ, ഈ നാട്ടിൽ തുടരെ ഇത്രയും വർഷം താമസിച്ച ആളുകൾ, അവർക്കെല്ലാം കൊടുക്കേണ്ട പൗരത്വമാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെടുന്നത്. ഇനി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ്, ഭരണകൂടത്തിന്റെ കയ്യിലാണ്. അപേക്ഷ കൊടുത്താൽ അപേക്ഷ നിരസിക്കാം. നിങ്ങളുടെ മതം നോക്കി, നിങ്ങളുടെ മതത്തിനോട് ഭരണകൂടത്തിന് താൽപര്യമില്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വത്തിനുള്ള നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാം. ഇനി പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ആ പൗരത്വ രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് ഒഴിവാക്കാം. ഇവർ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ആശയമാണ് പ്രധാനം. നമ്മുടേതൊരു മതേതര നാടാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല ഇന്ത്യൻ മതേതരത്വം. മതങ്ങളുടെ നിരാസമല്ല, ഇൻക്ലൂഷൻ ഓഫ് റിലീജിയൻ ആണ്. എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുക എന്നതാണ്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 14 ഉണ്ട്. തുല്യമായ അവകാശങ്ങളാണ്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, സെക്സിന്റെ പേരിൽ, ജെൻഡറിന്റെ പേരിൽ ഒന്നും ഒരാൾക്കും നീതി നിഷേധിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിലെ മൌലിക തത്വങ്ങളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ 14ാം വകുപ്പ് തന്നെ പൂർണ്ണമായ ലംഘനമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ്. നിരവധി സുപ്രീം കോടതി വിധികളുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന ഇക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് ആർട്ടിക്കിൾ 14. നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അവിടെയാണ് ഈ വിവേചനം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ നിയമം പ്രത്യക്ഷത്തിൽ തന്നെ
ആർട്ടിക്കിൾ 14 വയലേഷനാണ്, ലംഘനമാണ്, കൃത്യമായ ലംഘനമാണ്. മൗലിക തത്വങ്ങളെ, ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ. അത് ചെയ്തുകൊണ്ട് പാർലമെന്റിന് ഒരു നിയമമുണ്ടാക്കാൻ, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഒരു ചട്ടമുണ്ടാക്കാനുള്ള അധികാരമില്ല. അപ്പൊ ഭരണഘടനാ ലംഘനം ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം? അവർ പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി മതത്തെയും രാഷ്ട്രീയത്തെയും മിക്സ് ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. വർഗീയ ധ്രുവീകരണം അതിൽ പൂർണ്ണമായി വിജയിച്ചില്ല. അവരുദ്ദേശിച്ച തലത്തിലുള്ളൊരു വിജയം ഉണ്ടായില്ല. കാരണം ഇത് മതേതര ഭാരതമാണ്. ഈ രാജ്യത്തെ ധാരാളം ആളുകൾ രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കലർത്തുന്നതിനെ ശക്തമായി വിമർശിച്ചു. ജനങ്ങൾക്ക് മനസ്സിലായി കാപട്യം. രാമനോടുള്ള ഇഷ്ടമല്ല, വോട്ടിനോടുള്ള ഇഷ്ടമാണ് ഈ പ്രാണപ്രതിഷ്ഠയുമായി നടന്നത് എന്ന് ജനാധിപത്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും തോന്നി. അപ്പോൾ രാമനിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നടത്തിയ ഭരണകൂടത്തിന്റെ ശ്രമം പൂർണ്ണമായി തകർന്നു. അപ്പോഴാണ് അടുത്ത നടപടി ഇതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുക, എന്നിട്ട് ബാക്കിയുള്ള മെജോറിറ്റിയെ പ്രകോപിപ്പിക്കുക, ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്. ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ പോളറൈസേഷനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ ധ്രുവീകരണമാണ്. ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി മതേതര ശക്തികളുടെ, ജനാധിപത്യ ശക്തികളുടെ ചേരിയാണ് ഉണ്ടാകേണ്ടത്. ഒരു വശത്ത് ഫാസിസ്റ്റ് ശക്തികളും ഒരു വശത്ത് വർഗീയ ശക്തികളും നിൽക്കുമ്പോൾ അവർക്കെതിരായി ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്രുവീകരണം നമ്മൾ അതിന് ശ്രമിക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് മോഡി ഗവൺമെന്റ് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത്? 10 കൊല്ലം ഭരിച്ചതല്ലേ? ഭരണ നേട്ടങ്ങൾ പറയാൻ പാടില്ലേ? ഭരണ നേട്ടങ്ങൾ പറയാൻ പാടില്ലേ ഗവൺമെന്റിന്? മോഡി ഗ്യാരണ്ടി എന്നാ പറയുന്നത്. മോഡി ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയാ? എന്ത് ഗ്യാരണ്ടി? അതാണ് ആദ്യത്തെ ഗ്യാരണ്ടി. എന്താ? നമ്പർ 1 മോഡി ഗ്യാരണ്ടി. 10 കൊല്ലം മുമ്പ് പാചകവാതകത്തിന്റെ വില കുറയ്ക്കുമെന്നായിരുന്നു ആദ്യത്തെ ഗ്യാരണ്ടി. 400 രൂപയുണ്ടായിരുന്ന പാചകവാതകം 1200 രൂപയായി. 300% വില വർധനവ്. ആദ്യത്തെ ഗ്യാരണ്ടി പോയി. വാക്കെന്ന് പറഞ്ഞാൽ വാക്കായിരിക്കണം. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയും ആ വാക്കിന് പഴയ ചാക്കിന്റെ വിലയുള്ളെന്ന് പറയും. അപ്പൊ ആദ്യത്തെ ഗ്യാരണ്ടി വാക്ക് പാലിച്ചില്ല. രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താ? സ്കൂട്ടറും കാറും തള്ളി നീക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും. UPA ഗവൺമെന്റിന്റെ കാലത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വിലയുണ്ടായ കാലം. എന്നിട്ടും അന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില 35-40 രൂപയായിരുന്നു. കുറയ്ക്കാൻ വന്ന ആളുകൾ എളുപ്പമായിരുന്നു കുറയ്ക്കാൻ. കാരണം അവരുടെ കാലമായപ്പോഴേക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് വന്നു. കുറച്ചോ? 100 രൂപ കടന്നു. അതും 300% വില വർധനവ്. മോഡി ഗ്യാരണ്ടി നമ്പർ 2. മോഡി ഗ്യാരണ്ടി നമ്പർ 3 ഉണ്ട്. എന്താണ്? വിദേശത്ത് നിന്ന് കള്ളപ്പണം മുഴുവൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് മുഴുവൻ വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് 15 ലക്ഷം രൂപ വെച്ച് തരും. എല്ലാവർക്കും കിട്ടിയല്ലോ. എല്ലാവരും ബാങ്ക് അക്കൗണ്ട് തുറന്ന് കാത്തിരുന്നു. എന്നാണ് ഈ 15 ലക്ഷം? സത്യത്തിൽ എനിക്കൊരു പ്രതീക്ഷ എന്തായാലും കിട്ടുമെന്ന്. 15 ലക്ഷമല്ല, മോശമാണ്. ആർക്കും കിട്ടിയില്ലല്ലോ ഇന്ത്യയിൽ. 3ാമത്തെ ഗ്യാരണ്ടിയാണ്. 4ാമത്തെ ഗ്യാരണ്ടി ഞാൻ അധികാരത്തിൽ വന്നാൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കും. ശ്രീ ശശി തരൂർ ഉൾപ്പെടെ, ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് ഈ ഗവൺമെന്റ് തന്നെ തന്ന മറുപടി എന്താ? തൊഴിലില്ലായ്മ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതലുണ്ടായ കാലം എന്ന് പറയുന്നത് ഇപ്പോഴല്ല, സ്വാതന്ത്ര്യത്തിന് ശേഷം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുണ്ടായ കാലം ഈ കഴിഞ്ഞ 5 വർഷം. പാർലമെന്റിലെ മറുപടിയാണ്, ഞങ്ങൾ പറയുന്നതല്ല.
ഗവൺമെന്റിന്റെ മറുപടി. നാലാമത്തെ ഗ്യാരണ്ടി. അഞ്ചാമത്തെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. കർഷകർക്ക് അവരുടെ വരുമാനം ഇരട്ടിയാക്കും. കർഷകർ പുറം പൊളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഡൽഹിയിലേക്ക് കയറാൻ കഴിയാതെ ഹരിയാന അതിർത്തിയിൽ ഈ സംഘപരിവാറിന്റെ പോലീസ് ആ പാവപ്പെട്ട കർഷകന് വരുമാനം ഇരട്ടിയാക്കുകയല്ല, അവന്റെ പുറം അടിച്ചു പൊളിക്കുകയാണ്. അവന്റെ തലയിൽ ഡ്രോണിൽ കൊണ്ടുവന്ന് ഗ്രാനേഡ് ഇടുകയാണ് ചെയ്തത്. അവന്റെ വരുമാനം ഇരട്ടിയായോ? എവിടെ മോഡിയുടെ ഗ്യാരണ്ടി? ഞാൻ പറയുന്നില്ല, നിരവധി കാര്യങ്ങളുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്തു. ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ തകർന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം, അന്തരം കൂടി. രാജ്യത്തെ 90% ജനങ്ങളുടെ അവരുടെ മുഴുവൻ സമ്പത്തിന് തുല്യമാണ് ഇന്ത്യയിൽ 2% ആളുകളുടെ മുഴുവൻ സ്വത്തുക്കൾ. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഉള്ള അദാനിയുടെ സ്വത്തും 10 കൊല്ലത്തെ ഭരണം, മോഡിയുടെ ഭരണം പൂർത്തിയാക്കുമ്പോഴുള്ള അദാനിയുടെ സ്വത്തും താരതമ്യപ്പെടുത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. താരതമ്യപ്പെടുത്തിയാൽ അറിയാം എവിടെയാണ്. സബ്കെ വികാസ്. ജി എന്താണ് മുദ്രാവാക്യം? സബ്കെ വികാസ്, സബ്കെ സാത്ത് സബ്കെ വികാസ്. നിങ്ങളുടെ കൂടെ വികസനത്തിന്റെ കൂടെ, അല്ലേ? നിങ്ങളുടെ എല്ലാ പ്രയാസത്തിലും ആരുടെ കൂടെയാണ്? ആരുടെ വികസനത്തിന്റെ കൂടെയാണ് നിന്നത്? ആരുടെ കൂടെയാണ് നിന്നത്? അപ്പോൾ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ കാലത്ത്, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ വരുമാനമുണ്ടാക്കി. രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന് വർധനമുണ്ടായി. ഇൻകം ടാക്സ് കൂടി, എക്സൈസ് ഡ്യൂട്ടി കൂടി. രാജ്യം പുരോഗതിയിലേക്ക് പോയി. രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചു. ഖജനാവ് നിറച്ചു. തൊഴിലവസരങ്ങൾ രാജ്യത്തുടനീളമുണ്ടാക്കി. ഞങ്ങൾ ആ പണം എന്താ ചെയ്തത്? ആ പണം അംബാനിക്കും അദാനിക്കും മുതലാളിമാർക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആ പണം, രാജ്യത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ വരുമാനം ഞങ്ങൾ ചെയ്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിലുള്ള പാവങ്ങളുടെ കുടുംബങ്ങളിൽ ആ പണം എത്തിച്ചു. കോടാനുകോടി രൂപ എത്തിച്ചു. ഇന്ന് 7 മാസം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതിരിക്കുന്നവർ, ക്ഷേമനിധി പെൻഷൻ കിട്ടാതിരിക്കുന്ന പാവങ്ങൾ ജീവിക്കുന്നത് ആ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൊണ്ട്. അതുപോലെ ഈ ഗവൺമെന്റ് ഇപ്പൊ കൊടുത്തിട്ട് 4 മാസമായി. 3 മാസം കഴിഞ്ഞു, 4ാമത്തെ മാസമാവുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യമുണ്ടാക്കി. ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ആശുപത്രികൾ പണിത് ഡോക്ടർമാരെ നിയമിച്ചു. ഞങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ടാക്കി. ഞങ്ങൾക്കുണ്ടായ ഈ രാജ്യത്തിന്റെ പണം മുഴുവൻ പാവപ്പെട്ടവന്റെ കുടുംബങ്ങളിൽ എത്തിച്ചു. അവന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ടാക്കി. അവന് ചികിത്സ തേടാനുള്ള സൗകര്യമുണ്ടാക്കി. ഇവരെന്താ ചെയ്തത്? ഇവരാരെയാണ് വളർത്തിയത്? ഞങ്ങൾ ചെയ്തത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം, സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതാണ് UPA ഗവൺമെന്റ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നതെങ്കിൽ ഇതുപോലെ ഒരു നിയമം ഉണ്ടാകുമോ? ഈ രാജ്യത്തെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഉള്ളിൽ നെരിപ്പോടുണ്ടാക്കുന്ന, സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന, അവന് ഭീതി ഉണ്ടാക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ? കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് ഈ സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഇതുപോലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളുടെ കാലത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ തൊഴിൽ നിയമം ഉണ്ടാക്കിയാൽ അത് മുതലാളിക്ക് വേണ്ടിയാണ്. നമ്മുടെ കാലത്ത് കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമായിരുന്നു. ഇപ്പൊ കാർഷിക നിയമം ഉണ്ടാക്കിയാൽ അത് വമ്പന്മാർക്ക് വേണ്ടിയാണ്, കർഷകനും കർഷക തൊഴിലാളിക്കും വേണ്ടിയല്ല. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് രാജ്യത്ത് ഈ മുഴുവൻ അപകടവുമുണ്ടായത് എന്ന തിരിച്ചറിവാണ് ഇതുണ്ടാക്കുന്നത്. എല്ലാവരുടെയും മനസ്സ്. അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർന്നു വരും. അതോടൊപ്പം തന്നെ
LDF-മായി ചേർന്ന് എന്തുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്നില്ല എന്ന കാര്യത്തിലും പ്രതിപക്ഷ നേതാവ് വിശദീകരണം നൽകുകയാണ്. മുൻപ് CAA പ്രക്ഷോഭ കാലത്തെടുത്ത കേസുകൾ പിൻവലിക്കാതെ അവരുമായി യാതൊരു തരത്തിലുള്ള യോജിച്ച പ്രക്ഷോഭത്തിനും കോൺഗ്രസ് തയ്യാറല്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം പാണ്ടിക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മരിച്ച പന്തല്ലൂർ ആലുങ്ങൽ മൊയ്തീൻകുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അസുഖബാധിതനായതിനാൽ ഹൃദയത്തിന്റെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതാണ് മരണകാരണം.